പുതിയ പരിശീലകനായി നിയമിതനായിരിക്കുകയാണ് മുൻ താരം കൂടിയായ ഗൗതം ഗംഭീർ. T20 ലോകകപ്പോടെ കരാർ അവസാനിച്ച രാഹുൽ ദ്രാവിഡ് സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് പുതിയ പരിശീലകനെ തേടാൻ BCCI നിർബന്ധിതരായതും അവസാനം ഗംഭീർ ഈ സ്ഥാനത്തേക്ക് എത്തിയതും. 3.5 വർഷ കരാറാണ് ഗൗതം ഗംഭീറുമായി ഇപ്പോൾ BCCI ഒപ്പുവെച്ചിട്ടുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉടച്ചു വാർക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് ഗംഭീർ എത്തിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ. ഇന്ത്യൻ കോച്ചായി ഗംഭീർ അരങ്ങേറ്റം കുറിക്കുന്നത് ജൂലൈ അവസാനം നടക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാണ്. ഇന്ത്യൻ കോച്ചായുള്ള തന്റെ ആദ്യ പരമ്പരയ്ക്ക് മുമ്പ് ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ ഗംഭീർ തീരുമാനിച്ചു കഴിഞ്ഞെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആദ്യ പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് ഗംഭീർ ഒരു പ്രധാന നിർദ്ദേശം നൽകിയെന്നും രോഹിത് ശർമ്മ അതനുസരിക്കും എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന 3 ഏകദിന മത്സര പരമ്പരയിൽ നിന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ വിട്ടുനിന്നേക്കുമെന്നായിരുന്നു മുൻപ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. രോഹിത്തിനു പുറമെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ എന്നിവരും ലങ്കൻ പര്യടനത്തിൽ കാണില്ലെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഇപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ പരമ്പരയിൽ കളിക്കാനെത്തുമെന്നും ഇത് ഗംഭീറിന്റെ ഇടപെടലിനെ തുടർന്നാണ് എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ടീം ഇന്ത്യക്ക് മുന്നിലെ അടുത്ത പ്രധാന ടൂർണമെന്റ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് 2 ഏകദിന പരമ്പരകൾ മാത്രമാണ് ഇന്ത്യ കളിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ശ്രീലങ്കയ്ക്ക് എതിരായിട്ടുള്ളത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് വളരെ കുറച്ച് ഏകദിന മത്സരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതിനാൽ ശ്രീലങ്കൻ പരമ്പരയിൽ തന്റെ സീനിയർ താരങ്ങൾ ടീമിൽ ഉണ്ടാകണമെന്ന് ഗംഭീർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പരമ്പരയിൽ സെലക്ഷന് ലഭ്യമാകണമെന്ന് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ എന്നിവരോട് ഗംഭീർ അഭ്യർത്ഥിച്ചതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ രോഹിത് ശർമ്മ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ കളിക്കുമെന്ന് ഏകദേശം ഉറപ്പായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ T20 ടീമിലും സുപ്രധാന മാറ്റങ്ങൾക്ക് ഗംഭീർ തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം സൂര്യകുമാർ യാദവിനെ T20 ടീമിന്റെ ക്യാപ്റ്റനാക്കാൻ ഗംഭീറിന് പദ്ധതികളുണ്ടെന്നാണ് വിവരം. ഹർദിക്കിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളും വർക്ക് ലോഡ് മാനേജ്മെന്റുമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഗംഭീറിനെയും BCCIയെയും എത്തിച്ചത് എന്നാണ് സൂചന. എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ അടുത്ത T20 ക്യാപ്റ്റനാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്ന ഹർദിക് പാണ്ഡ്യയ്ക്ക് ഇങ്ങനെയൊരു തിരിച്ചടിയേറ്റത് ക്രിക്കറ്റ് പ്രേമികളെയും ഞെട്ടിക്കുന്നുണ്ട്. 2026 T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണർമാരായി യശസ്വി ജയ്സ്വാളും അഭിഷേക് ശർമ്മയും എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. സിംബാബ്വേക്കെതിരായ 2ാം T20യിൽ അഭിഷേക് ശർമ്മ തന്റെ ബാറ്റിംഗ് മികവ് കാഴ്ചവെച്ചതാണ്. IPL 2024 T20യിലും അഭിഷേകിന്റെ ബാറ്റ് തീതുപ്പിയിരുന്നു. ഓപ്പണിംഗിൽ ഇവരാണെങ്കിൽ ഒരുപക്ഷെ 3ാം നമ്പറിലേക്ക് ശുഭ്മാൻ ഗിൽ ഇറങ്ങാനും സാധ്യതയുണ്ട്. ഇടം വലംകൈ സഖ്യമാണ് ഓപ്പണിംഗിലെങ്കിൽ ശുഭ്മാൻ ഗിൽ ഓപ്പണിംഗിലേക്ക് എത്താനും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ മാസം 27-ന് T20 മത്സരങ്ങളോടെയാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ജൂലൈ 28-30 തീയതികളിൽ ശേഷിക്കുന്ന T20 മത്സരങ്ങൾ നടക്കും. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 4-ന് 2ാം ഏകദിനവും ഓഗസ്റ്റ് 7-ന് 3ാം ഏകദിനവും നടക്കും.